നമുക്ക് എങ്ങനെയാണ് ഈ ക്യാപ്ഷനിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അതായത് നമ്മളൊരു 50,000 രൂപ സാലറിയിലേക്ക് എങ്ങനെ എത്താന്ന്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അത് പ്രകാരം നിങ്ങൾ ഒരു 6 മാസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് 50,000 രൂപ സാലറി ഉള്ള ജോലിയിലേക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ CV അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ജോലികൾ നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് നിങ്ങളുടെ CV കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഹാഫ് സാലറി പോലെയുള്ള വലിയ വലിയ ചാർജുകളൊന്നും നിങ്ങൾ മുടക്കണ്ട. ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ചെലവ് വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഒരു 50,000 രൂപയൊക്കെ സാലറി ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ 50,000 രൂപ സാലറി ആക്കുക, ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക? അതായത് നിങ്ങൾക്കൊരു 50,000 രൂപ സാലറി ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ, അല്ലെങ്കിൽ അതൊരു 6 മാസത്തിനുള്ളിൽ 50,000 രൂപ സാലറി തരാവുന്ന ഒരു ജോലിക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം 50,000 രൂപ ഓൾറെഡി സാലറി വാങ്ങുന്ന ഒരാളെങ്കിലും മിനിമം നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് ആളുടെ അടുത്ത് ചോദിക്കണം ആള് എന്തൊക്കെ സ്കില്ലുകൾ യൂസ് ചെയ്തിട്ടാണ് ആൾ 50,000 വാങ്ങിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ജസ്റ്റ് ഒന്ന് ചെയ്യുക. അതായത് 50,000 രൂപ സാലറി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള കമ്പനീസിനെ ജസ്റ്റ് ഒന്ന് വിലയിരുത്താം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആ കമ്പനിയിൽ ഒന്ന് കണക്ട് ചെയ്യണം. ഒപ്പം തന്നെ ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 50,000 രൂപ സാലറി വാങ്ങാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് എന്തൊക്കെ കഴിവുകൾ വേണ്ടി വന്നു. അതായത് ഒരു 50,000 രൂപ സാലറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തോരം കഴിവ് വേണം ആ ഒരു സാലറി കളക്ട് ചെയ്യാൻ എന്നുള്ള ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന് കുറെ സ്കില്ലുകൾ കാണാം. ഇപ്പൊ ലാംഗ്വേജ് വേണ്ടി വരും, പിന്നെ ക്രിയേറ്റിവിറ്റി സൈഡിലുള്ള പല കാര്യങ്ങൾ വേണ്ടി വരും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്യുന്ന കുറെ അറിവ് വേണ്ടി വരും. എന്നിട്ട് അതിന്റെ റിസോഴ്സ്ഫുൾ ആവാം. നമ്മൾ കുറെ റിസോഴ്സ്ഫുൾ ആയിട്ട് അതിനുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു 10-20 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. 50,000 രൂപ സാലറി വാങ്ങാൻ ഉണ്ടാവേണ്ട ആൾക്കുള്ള കഴിവിനെ അതില് എത്ര കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്, ഓൾറെഡി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇല്ലാത്ത കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റിയോട് കൂടി തരംതിരിക്കാം. എന്നിട്ട് ആ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വട്ടം ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സംസാരിക്കുക, എങ്ങനെ ഇത് ലക്ഷ്യം കണ്ടെത്തി നോക്കുക, അതിനുവേണ്ടി എന്തൊക്കെ കഴിവ് വേണമെന്നുള്ള ചെക്ക് ചെയ്യുക, ആ കഴിവുകളിൽ ഏതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക, ഇല്ലാത്ത കഴിവുകളെ ഡെവലപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ജോലിയുടെ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഗ്യാരണ്ടി ആണ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും 50,000 സാലറിയിൽ. ഇത് ഉറപ്പായിട്ടുള്ള കാര്യം. സോ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എയിമും ഗോളും ഈ 2 വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഇത് രണ്ടും ഏകദേശം ഒരുപോലത്തെ വാക്കാണ്. ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എയിം ആൻഡ് ഗോൾ എന്ന് പറഞ്ഞ 2 വേർഡ്സും ശരിക്കും പറഞ്ഞാൽ ഈവൻ ഡിക്ഷണറിയിൽ പോലും അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ഇതിന്റെ റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വേർഡ് എന്ന് പറയുന്നത് എയിം, രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഗോൾ. അതായത് എയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നേടിയെടുക്കേണ്ട ഒരു പെർട്ടിക്കുലർ ടാസ്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോബ് കൃത്യമായിട്ടുള്ള ഒരു സാലറിയോട് കൂടി കയറുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പല ആൾക്കാർ ഐ റിയലി ലൈക്ക് ടു ബിക്കം ഡോക്ടറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈറ്ററിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം അവർ വെക്കുമ്പോൾ അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില ടാസ്കുകളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ടാസ്കുകളാണ്. അപ്പൊ ഈ ഒരു ടാസ്കിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് റൈറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ എയിം. അതിന് വേണ്ടിയിട്ടുള്ള ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 500 വേർഡ്സ് എഴുതുക. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഒരു ലക്ഷ്യം ആൾക്കുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ ചെയ്യേണ്ട ഡേ ടു ഡേ ബേസിസിലുള്ള ആക്ടിവിറ്റീസിനെയാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതാണ് അതിന്റെ അച്ചീവ്മെന്റിലേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലല്ലോ, നമുക്കൊരു 50,000 രൂപ സാലറി ഉള്ള ജോലിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താന്നുള്ളത് നമ്മുടെ എയിമും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇല്ലാത്ത ക്വാളിറ്റീസിനെ കറക്റ്റ് ചെയ്യുക. അത് നമുക്കൊരു ഗോളുമായിട്ട് എടുക്കാൻ പറ്റും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 50,000 സാലറി ഉള്ള ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റും. സോ കൂടുതൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യുക, ജോലി അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.